ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജി എസ് ടി ആർ 1ഉം ജി എസ് ടി ആർ 3യും സെയിം തന്നെയാണ്. പലർക്കും ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. തെറ്റായ ഫയലിംഗ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമുക്ക് നോക്കാം. ജി എസ് ടി ആർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് റിപ്പോർട്ടാണ്. ഒരു മാസത്തേക്കുള്ള ബിസിനസ്സിലെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ആണ് ജി എസ് ടി ആർ 1ൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ജി എസ് ടി ആർ 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യാനുള്ള റിട്ടേൺ ആണ്. അതായത് അതിൽ വരുന്നത് നമുക്ക് നമ്മുടെ ടാക്സ് എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ജി എസ് ടി, അഥവാ നമുക്ക് ക്ലെയിമായി കിട്ടേണ്ട ജി എസ് ടി, ഇതാണ് ജി എസ് ടി ആർ 3Bയിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ, ഒരു മാസം ഒരു 10 ലക്ഷം രൂപയുടെ സെയിൽസ് ആണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് 10 ലക്ഷം രൂപയുടെ ഒരു മാസം സെയിൽസ് നടത്തുന്നു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് അവർ ചെയ്യേണ്ടത് ജി എസ് ടി ആർ 1ൽ ഈ 10 ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെയിൽസ് റിപ്പോർട്ടാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതാണ് ജി എസ് ടി ആർ 1. ഇനി ജി എസ് ടി ആർ 3Bയിൽ ഇതേ എമൗണ്ട് റിപ്പോർട്ട് ചെയ്യുകയും നമുക്കുള്ള ITC ക്രെഡിറ്റ് ക്രമീകരിച്ച് ബാക്കി എമൗണ്ട് ടാക്സ് അടയ്ക്കുകയും വേണം. ശരിക്കും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി എസ് ടി ആർ 1 നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബയേഴ്സിന് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ITC എടുക്കാൻ സാധിക്കില്ല. ജി എസ് ടി ആർ 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ആണ്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പിഴകൾ പിന്നീട് അടയ്ക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ജി എസ് ടി ആർ 1ഉം ജി എസ് ടി ആർ 3Bയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. കൂടുതൽ ജി എസ് ടി പറ്റി അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.